വചനമൊഴി ദനഹക്കാലം 4-ാം ഞായർ. വചനഭാഗം ഉൽപ്പത്തി 29:1-14, 2 രാജാക്കന്മാർ 17:24-28, ഹെബ്രായർ 6:1-12, യോഹന്നാന്റെ സുവിശേഷം 4:1-26. ദനഹക്കാലം 4-ാം ഞായറാഴ്ച തിരുവചനത്തിലൂടെ നാം ധ്യാനിക്കുന്നത് ഈശോ വാഗ്ദാനം ചെയ്യപ്പെട്ട മിശിഹായാണ് എന്ന ദൈവരഹസ്യവും ആ മിശിഹ രഹസ്യത്തിലുള്ള ജനത്തിന്റെ വിശ്വാസ വളർച്ചയെയും കുറിച്ചാണ്. ഇന്ന് സുവിശേഷത്തിൽ നിന്ന് ശ്രവിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ വിവരിക്കുന്ന സമരിയാക്കാരി സ്ത്രീയും ഈശോയും തമ്മിലുള്ള കണ്ടുമുട്ടലും സംഭാഷണത്തിന്റെയും ഭാഗമായുള്ള വചനങ്ങളാണ്. ഈ സംഭവത്തിലൂടെ അനാവരണം ചെയ്യപ്പെടുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈശോ ആരാണ് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം. 2, മിശിഹ സമരിയാക്കാർക്ക് സ്വീകാര്യനാകുന്നു, അവർ മിശിഹായിൽ വിശ്വസിക്കുന്നു എന്നത്. 4-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗമാണ് ഇന്ന് വായിച്ചത്. ഇന്ന് നാം വായിക്കുന്ന സുവിശേഷ ഭാഗം മിശിഹ ആരാണ് എന്ന ദൈവരഹസ്യത്തെ വെളിപ്പെടുത്തുന്നതാണ്. ഇന്നത്തെ സുവിശേഷം അവസാനിപ്പിക്കുന്ന വചനത്തിൽ സമരിയാക്കാരി സ്ത്രീ ഇങ്ങനെ പറയുന്നു: മിശിഹ വരുമെന്ന് എനിക്കറിയാം, അവൻ വരുമ്പോൾ എല്ലാ കാര്യങ്ങളും ഞങ്ങളെ അറിയിക്കും. ഈശോ അവളോട് പറഞ്ഞു, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് അവൻ. ഈശോ യൂദയ വിട്ട് ഗലീലിലേക്ക് പോകുന്നു, അവന് സമരിയായിലൂടെ കടന്നു പോകേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്തെ യാത്രാവിവരണം ആരംഭിക്കുന്നത്. 3 സ്ഥലങ്ങളെക്കുറിച്ച് ഇവിടെ പ്രതിപാദിക്കുന്നുണ്ട്: യൂദയ, സമരിയ, ഗലീലിയ. ഓരോ സ്ഥലവും വ്യത്യസ്ത ജനതകളുടെ പ്രദേശങ്ങൾ കൂടിയായിരുന്നു. യഹൂദരുടെ യൂദയ, സമരിയാക്കാരുടെ സമരിയ, വിജാതിയരുടെ ഗലീലി. യൂദയായിൽ യഹൂദനായ നിക്കോദേമോസിനെ ഈശോ കണ്ടുമുട്ടുന്നു. നിക്കോദേമോസ് ഈശോ ദൈവത്തിൽ നിന്ന് ഉള്ളവൻ എന്നറിയുന്നു. സമരിയായിൽ സിക്കാർ പട്ടണത്തിൽ വെച്ച് സമരിയാക്കാരിയായ ഒരു സ്ത്രീയെ കാണുന്നു. അവളും സമരിയാക്കാർ മുഴുവനും ഈശോയിൽ വിശ്വസിക്കുന്നു. തുടർന്ന് ഈശോ ഗലീലിയായിലെത്തി അവിടെ വിജാതീയനായ രാജസേവകന്റെ പുത്രനെ സുഖപ്പെടുത്തുന്നു. രാജസേവകനും കുടുംബം മുഴുവനും ഈശോയിൽ വിശ്വസിക്കുന്നു. ഇപ്രകാരം മിശിഹായിൽ വിശ്വസിക്കുന്നവരുടെ വളർച്ച യോഹന്നാന്റെ സുവിശേഷത്തിൽ കാണാൻ സാധിക്കും. യോഹന്നാൻ ശ്ലീഹ സുവിശേഷം എഴുതിയത് തന്നെ ഈശോ ദൈവപുത്രനായ മിശിഹായാണ് എന്ന് വിശ്വസിക്കുന്നതിനും അങ്ങനെ വിശ്വസിക്കുക വഴി അവർക്ക് അവന്റെ നാമത്തിൽ ജീവൻ ഉണ്ടാകേണ്ടതിനുമാണ്. അവർ വിശ്വസിക്കേണ്ടതിന് മിശിഹ ആരാണ് എന്ന് വെളിപ്പെടുത്തുകയാണ് യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ലക്ഷ്യം. കാനായിലെ കല്യാണ വിരുന്നിലെ അത്ഭുതത്തിലൂടെ അവൻ മിശിഹായാണെന്ന് വെളിപ്പെടുത്തുകയും ശിഷ്യന്മാർ അവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നത് അവതരിപ്പിച്ചുകൊണ്ടാണ് ഈശോയുടെ പരസ്യജീവിതം ആരംഭിക്കുന്നതായി സുവിശേഷകൻ വിവരിക്കുന്നത്. ആ വിശ്വാസത്തിന്റെ വളർച്ചയാണ് തുടർന്നുള്ള അധ്യായങ്ങളിലൂടെ ഗ്രന്ഥകർത്താവ് അവതരിപ്പിക്കുന്നത്. മിശിഹ ആരാണെന്ന് വെളിപ്പെടുത്തുകയാണ് സമരിയാക്കാരിയുമായുള്ള സംഭാഷണത്തിലൂടെ യോഹന്നാൻ സുവിശേഷകൻ ചെയ്യുന്നത്. യോഹന്നാന്റെ സുവിശേഷ രചനയുടെ ഒരു ശൈലിയാണ് ഒരു സംഭവ വിവരണത്തിൽ തന്നെ 2 തലങ്ങളിൽ അർത്ഥമുണ്ടാവുക എന്നത്. സമരിയാക്കാരി സ്ത്രീയുടെ കാര്യം പറയുന്നിടത്തും ഇത് ശരിയാണ്. ഇവിടെ ഒരു സ്ത്രീയുടെ ജീവിതത്തെ അവതരിപ്പിക്കുന്നുവെങ്കിലും അത് ആ സ്ത്രീയുടെ കഥ എന്നതിനേക്കാൾ ഒരു ജനതയുടെ ചരിത്രമാണ് അവതരിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് അവസാനം സമരിയ ജനത മുഴുവൻ ഈശോയിൽ വിശ്വസിച്ച കാര്യം പറഞ്ഞുകൊണ്ട് ഈ വിവരണം അവസാനിപ്പിക്കുന്നത്. 5 ഭർത്താക്കന്മാരുണ്ടായിരുന്ന ഒരു സ്ത്രീ സമരിയാക്കാരുടെ പ്രതിനിധിയാണ്. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നിന്നുമുള്ള ഇന്നത്തെ 2ാമത്തെ പ്രഘോഷണത്തിൽ സമരിയ ജനതയുടെ ഉത്ഭവത്തെക്കുറിച്ചാണ് പറയുന്നത്. അസീറിയ രാജാവ് ബാബിലോൺ, കൊത്ത, അവ്വ, ഹമാത്ത്, സെഫാർവയും എന്നിവിടങ്ങളിൽ നിന്നുള്ള ജനങ്ങളെ കൊണ്ടുവന്ന് സമരിയായിൽ താമസിപ്പിച്ചു.
ആ 5 ദേശത്തെ സംസ്കാരങ്ങളും ദൈവവിശ്വാസങ്ങളുമായി ഇസ്രായേൽക്കാർ ചേർന്നതിന്റെ ഫലമായി ഉണ്ടായ ഒരു ജനതയായിരുന്നു സമരിയാക്കാർ. അതിനാൽ സമരിയാക്കാരെ ഇസ്രായേൽക്കാർ തങ്ങളോടൊപ്പം കൂട്ടിയിരുന്നില്ല. അവർ അവരെ രണ്ടാം കിടക്കാരായാണ് കരുതിയിരുന്നത്. അതുകൊണ്ടാണ് ഈശോയുടെ കാലത്ത് യഹൂദരും സമരിയാക്കാരും തമ്മിൽ ശത്രുതയിലായിരുന്നു എന്ന് പറയുന്നത്. 5 ഭർത്താക്കന്മാർ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന സമരിയാക്കാരി സ്ത്രീ അസീറിയക്കാരായ ജനതകളുടെ 5 ദേവന്മാരിൽ വിശ്വാസമർപ്പിച്ച സമരിയ ജനതയാണ്. അവൾക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. ഇപ്പോൾ ഉള്ളത് ഭർത്താവല്ല എന്ന് പറയുമ്പോൾ പഞ്ചഗ്രന്ഥം അഥവാ തോറ ഉണ്ടായിരുന്നവരായിരുന്നു സമരിയാക്കാർ. എന്നാൽ അവർ അസീറിയയിൽ നിന്നുമുള്ള 5 ദേശങ്ങളുടെ ദൈവങ്ങളുടെ പിന്നാലെ പോയി തോറ ഉപേക്ഷിച്ചു. അതുകൊണ്ടാണ് നിനക്ക് 5 ഭർത്താക്കന്മാർ ഉണ്ടായിരുന്നു, ഇപ്പോഴുള്ളത് ഭർത്താവല്ല എന്ന് പറയുന്നത്. ഒരു ജനതയും അവരുടെ ദൈവവുമായുള്ള ബന്ധത്തെ വിവാഹബന്ധത്തിലൂടെ അവതരിപ്പിക്കുക എന്നത് അക്കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു സാഹിത്യ ശൈലിയായിരുന്നു. ബൈബിളിൽ പല പ്രാവശ്യം ഇപ്രകാരമുള്ള പ്രയോഗങ്ങൾ കാണുവാൻ സാധിക്കും. ഏശയ്യ 54:5-6, ജെറമ്യ 2:2, ഹോസിയ 2:2, എഫേസ്യൂസ് 5:22-26. സമരിയാക്കാരി സ്ത്രീയിലൂടെ സമരിയ ജനതയെ മുഴുവനുമാണ് ഗ്രന്ഥകർത്താവ് വിവക്ഷിക്കുന്നത്. ഈശോയുമായുള്ള സംഭാഷണത്തിലൂടെ സത്യത്തിന്റെ അറിവിലേക്ക് വരികയും മിശിഹാ രഹസ്യം വെളിവാക്കപ്പെടുകയുമാണ് ചെയ്യുന്നത്. സമരിയാക്കാരി സ്ത്രീ ഈശോയെ ആദ്യം ശത്രുവായ ഒരു യഹൂദനായി കാണുന്നു. തുടർന്ന് അവൾ ഈശോയെ പ്രഭോ എന്ന് സംബോധന ചെയ്യുന്നു. യാക്കോബിനേക്കാൾ വലിയവനായും ഒരു പ്രവാചകനായും അവൾ മനസ്സിലാക്കുന്നു. സംഭാഷണത്തിന്റെ അവസാനം തന്നോട് സംഭാഷണം നടത്തുന്നത് മിശിഹായാണ് എന്ന തിരിച്ചറിവിലേക്ക് അവൾ വരുന്നു. ഈ സ്ത്രീ സമരിയ ജനത തന്നെയാണ്. ക്രമേണ വെളിവാക്കപ്പെടുന്ന മിശിഹാ രഹസ്യമാണ് ഈ സംഭാഷണത്തിലൂടെ കാണുന്നത്. ഇസ്രായേൽ ജനതയ്ക്കും ദൈവിക രഹസ്യങ്ങൾ ചരിത്രത്തിലൂടെ ക്രമേണയാണ് വെളിപ്പെടുത്തപ്പെട്ടത്. ആ ദൈവിക വെളിപാടിന്റെ പൂർണ്ണതയായിരുന്നു മിശിഹായിലൂടെ നിറവേറ്റിയത്. പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ് മിശിഹ എന്ന് സമരിയ ജനത മനസ്സിലാക്കുന്ന കാര്യമാണ് ഇന്നത്തെ സുവിശേഷത്തിന്റെ സാരസത്ത. സുവിശേഷ ഭാഗത്തോട് ചേർന്ന് പോകുന്നതാണ് ഇന്നത്തെ ദൈവവചന പ്രഘോഷണങ്ങളെല്ലാം. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുമുള്ള പ്രഘോഷണത്തിൽ യാക്കോബ് റാഹേലിനെ കിണറ്റിൻകരയിൽ വെച്ച് കണ്ടുമുട്ടുന്നതാണ് കാണുന്നത്. ഈശോയും സമരിയക്കാരിയും തമ്മിലുള്ള സംഭാഷണത്തിൽ ഈ യാക്കോബ് 2 പ്രാവശ്യം സംസാര വിഷയമാകുന്നുണ്ട്. ഒന്ന്, ഈശോ സമരിയക്കാരി സ്ത്രീയെ കണ്ടുമുട്ടുന്നത് യാക്കോബിന്റെ കിണറിനടുത്താണ്. യാക്കോബിനേക്കാൾ വലിയവനാണോ നീ എന്ന് സ്ത്രീ ഈശോയോട് ചോദിക്കുന്നുമുണ്ട്. യാക്കോബ് റാഹേലിനെയും ആടുകളെയും കണ്ടപ്പോൾ അവിടെയുണ്ടായിരുന്ന കിണറ്റിൽ നിന്ന് ആടുകൾക്ക് ജലം നൽകിയെങ്കിൽ ഈശോ സമരിയക്കാർക്ക് ജീവജലം നൽകുന്നു. ഇതിലൂടെ യാക്കോബിനേക്കാൾ വലിയവനാണ് ഈശോ എന്ന് വ്യക്തമാക്കുന്നു. റാഹേൽ പിതാവിന്റെ ഭവനത്തിലേക്ക് പോകുകയും ലാബാൻ റാഹേലിനെ യാക്കോബിന് വധുവായി നൽകുകയും ചെയ്തതുപോലെ സമരിയക്കാരി സ്ത്രീ സ്വന്തം പട്ടണത്തിലേക്ക് പോകുകയും സമരിയക്കാർ വന്ന് മിശിഹായെ കർത്താവായി സ്വീകരിക്കുകയും ചെയ്തു. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നിന്നുമുള്ള 2ാമത്തെ പ്രഘോഷണം സിറിയ ജനതയുടെ ഉത്ഭവത്തെക്കുറിച്ചുള്ളതാണെന്ന് മുൻപ് പറഞ്ഞുവല്ലോ. ഹെബ്രായക്കാർക്കുള്ള ലേഖനത്തിൽ നിന്നുമുള്ള ഇന്നത്തെ ലേഖനഭാഗം വെളിവാക്കപ്പെട്ട് ലഭിച്ച മിശിഹാ രഹസ്യത്തിൽ വളരുന്നതിനെക്കുറിച്ചും ആഴപ്പെടുന്നതിനെക്കുറിച്ചുമാണ് പ്രതിപാദിക്കുന്നത്. മിശിഹായുടെ വചനത്തിന്റെ പ്രാരംഭ പാഠങ്ങൾ പിന്നിട്ട് പൂർണ്ണതയിലേക്ക് മുന്നേറുവാനുള്ള ആഹ്വാനമാണ് ഗ്രന്ഥകർത്താവ് നൽകുന്നത്. ഓരോരുത്തരും പ്രത്യാശയുടെ പൂർത്തീകരണത്തിനായി അവസാനം വരെ തീഷ്ണതയോടെ കാത്തിരിക്കണം. ഉദാസീനരാകാതെ വിശ്വാസവും ദീർഘക്ഷമയും വഴി വാഗ്ദാനത്തിന്റെ അവകാശികളായവരെ അനുകരിച്ച് മിശിഹാ രഹസ്യത്തിൽ ആഴപ്പെടാനാണ് ലേഖനകർത്താവ് ആവശ്യപ്പെടുന്നത്. ഈ ധനഹാകാലത്ത് തിരുവചനങ്ങളിലൂടെ അനാവരണം ചെയ്യപ്പെടുന്ന മിശിഹാ രഹസ്യങ്ങളെ കൂടുതൽ അറിയുന്നതിനും പഠിക്കുന്നതിനും ജീവിക്കുന്നതിനുമുള്ള കൃപാവരം നമുക്ക് പ്രാർത്ഥിക്കാം. സമരിയക്കാരി സ്ത്രീ മിശിഹായുമായുള്ള സംഭാഷണത്തിലൂടെ അവിടുത്തെ കൂടുതൽ അറിയുന്നതുപോലെ നമുക്കും മിശിഹാനുഭവത്തിൽ വളരുന്നതിന് നിത്യജീവന്റെ ഉറവിടമായ പരിശുദ്ധ കുർബാനയിൽ ഈശോയെ കണ്ടുമുട്ടി സംഭാഷണത്തിൽ ഏർപ്പെട്ട് ആത്മീയതയിൽ വളരാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ.
ആമേൻ.